ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നോക്കുമാറാൻ. ആത്മീയത എന്ന പദം എല്ലാവരും ഉപയോഗിക്കുന്നത്, നമ്മളെല്ലാവരും ആത്മീയതയുമായി ബന്ധമുള്ളവരാണെന്നുള്ള ധാരണയിലാണ് ജീവിക്കുന്നത്. കുറെ പേർ ആത്മീയത എന്നുള്ളൊരു പ്രതിഭാസം തന്നെ ലോകത്തില്ല എന്ന് കരുതുന്നവരുമുണ്ട്. ആത്മീയതയുടെ മാനങ്ങൾ എന്താണെന്ന് അന്വേഷികൾ, ആത്മീയത ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ അതെന്തെന്ന് അന്വേഷിക്കുന്നവർ അത് മറ്റൊരു കൂട്ടരാണ്. അന്വേഷികൾക്ക് എപ്പോഴെങ്കിലും ഉത്തരം കിട്ടും. ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒന്നും കിട്ടില്ല. കാരണം ഇല്ല എന്നുള്ളതാണ് അവരുടെ വിശ്വാസം, അതിനെ സ്ഥാപിക്കാനുള്ളതാണ് പ്രകൃതി നൽകുന്നത്. അപ്പോ ആത്മീയതയുടെ ആത്മീയത എന്താണ്, എങ്ങനെയാണെന്നുള്ളതെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോ ആത്മീയത എന്ന് പറയുന്ന ആ സംവിധാനം എങ്ങനെയാണ് രൂപപ്പെട്ടത്, അല്ലെങ്കിൽ ആത്മീയത എന്ന ആ ഒരു ആശയം എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിനെ കുറിച്ചൊരു അന്വേഷണം നമ്മൾ നടത്തി പോവുകയാണെങ്കിൽ എല്ലാ ഭാഷയിലും നമുക്കിത് കണ്ടെത്താനാകും. ആത്മീയത എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളും കണ്ടെത്താനാവും. അപ്പോ ഭാഷാപരമായിട്ട് ആ കണ്ടെത്തൽ എവിടെ നിൽക്കുന്നു, എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അതില് നമ്മൾ ഇന്നിവിടെ പറയുന്ന കാര്യം ഇവിടെ ഇങ്ങനെയാണ്. പ്രാണ ഓർ ബ്രീത്ത് ഈസ് ദ യൂണിവേഴ്സൽ റൂട്ട് ഓഫ് സ്പിരിച്വാലിറ്റി. പ്രാണൻ ആത്മീയതയുടെ അടിസ്ഥാന മൂലം. തമിഴ്, സംസ്കൃതം, ഇംഗ്ലീഷ്, ഹീബ്രു, പാലി, അറബിക് എന്നീ ഭാഷകളിൽ ആത്മാവ് എന്നർത്ഥം വരുന്ന വാക്കുകളുടെ മൂലപദ അർത്ഥം പ്രാണൻ എന്നാണ്. ഉയിര്, ആത്മൻ, സ്പിരിറ്റ്, റുവാച്ച്, ആനാപാന, റൂഹ് എന്നിവയെല്ലാം ഈശ്വരൻ, ജീവൻ, ആത്മാവ്, ചലനം എന്നിവയുടെ അടിസ്ഥാനമായ പ്രാണനെ സൂചിപ്പിക്കുന്നു. ഈ പൊതു ഉത്ഭവം മനുഷ്യന്റെ ആദിമമായ ആത്മീയ പരിചയവും സാധനയും പ്രാണനെ അടിസ്ഥാനമാക്കിയാണ് എന്ന ആഴത്തിലുള്ള സത്യത്തിലേക്ക് നയിക്കുന്നു. ലോകമാകെയുള്ള ആദിമ ഷാമനിക് സമ്പ്രദായങ്ങളും മതപരമായ മൂലപരിശീലനങ്ങളും പ്രാണനെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. എല്ലാ സംസ്കാരങ്ങളിലും തുടർന്നുണ്ടായ മറ്റു വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, ദർശനങ്ങൾ എല്ലാം ഈ മൂലത്തിൽ നിന്നും വികസിച്ചു വന്നവയാണ്. അതിനാൽ അറിയുക, പ്രാണനാണ്, ശ്വാസമാണ് ആത്മീയതയുടെ അടിസ്ഥാന മൂലം. അതിനെ അറിഞ്ഞും ശ്രദ്ധിച്ചും അനുഭവിച്ചും കൈകാര്യം ചെയ്തുമല്ലാതെ ഒരു ആത്മീയ സാധനയും ഫലവത്താകില്ല. അപ്പോ ഈ ഒരു പ്രമേയത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. പ്രാണൻ എന്ന് പറയുന്നതാണ് ആത്മീയതയുടെ, ആത്മത്തിന്റെ ആധാരം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് ഇത്ര ഉറപ്പിച്ചു പറയാനായിട്ട് ചില കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് വ്യാപ്തിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഭാഷ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഭാഷാപിതാക്കളുടെ, അല്ലെങ്കിൽ ഓരോ സംസ്കാരങ്ങളുടെയും ഭാഷാപിതാക്കളുടെ തത്വബോധത്തിൽ നിന്നും ഉണ്ടായത്. എന്താണ് ഈ തത്വബോധം? എവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലായ ജീവിത പരിചയമുണ്ടല്ലോ, മനസ്സിലാക്കി കൊടുത്ത ജീവിത പരിചയം. ആ ജീവിത പരിചയത്തിൽ നിന്നും അവരെ ആവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും അവരെ ഡിറൈവ് ചെയ്തെത്തുന്ന ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ദ ഫങ്ഷണാലിറ്റി ഓഫ് നേച്ചർ, ശരീരത്തിന്റെ ആണെങ്കിലും ശരി, പുറത്ത് കാണുന്ന പ്രകൃതിയുടെ ആണെങ്കിലും ശരി, അതിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അടിസ്ഥാന ബോധ്യം. ഏതൊരു കാര്യം നടക്കുമ്പോഴും അതിന്റെ പുറകിൽ ആ കാണുന്ന ചലനമല്ലാതെ അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ആ പുറകിലുള്ളത് എന്ത് എന്നുള്ളതാണ് അതിന്റെ തത്വം എന്ന് പറയുന്നത്. ഈ തത്വത്തെ ആധാരമാക്കിയിട്ടാണ് നമ്മുടെ ഭാഷകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആധുനിക ഭാഷ തത്വത്തെ ആധാരമാക്കിയിട്ട് തന്നെയാണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ സങ്കേതങ്ങളെ ആധാരമാക്കിയിട്ടും പലരുടെ പേരുകളെ ആധാരമാക്കിയിട്ടും പിന്നെ യുക്തിയെ ആധാരമാക്കിയിട്ടും ഒക്കെ വന്നിട്ട്, നേരത്തെ യുക്തിയുടെ ആധാരം അല്ല, തത്വത്തെ ആധാരമാക്കിയിട്ടാണ് എല്ലാ ഭാഷകളും വികസിച്ചു വന്നിട്ടുള്ളത്. ഭാഷകളുടെ എറ്റിമോളജി, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ മൂല സംഗതിയെ കുറിച്ച് അന്വേഷിച്ചു പോയാൽ അതിന്റെ ഓരോ ഭാഷാ പദങ്ങളും ഉണ്ടായിട്ടുള്ളത് ഒരു മൂല ശബ്ദത്തിൽ നിന്നാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും.
ആ മൂലശബ്ദത്തിന് ഒരു തത്വവുമായിട്ട് ഒരു ആശയവുമായിട്ടൊരു ബന്ധമുണ്ട്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഇന്ന് നിലനിൽക്കുന്ന ഭാഷയായിട്ടുള്ള തമിഴ്, പ്രാചീന ഭാഷകളെയെല്ലാം സംസ്കരിച്ചിട്ടുണ്ടായ സംസ്കൃതം, ഇതിന്റെ എല്ലാത്തിൽ നിന്നും കടമെടുത്തിട്ടുണ്ടായ ഇംഗ്ലീഷ്, മറ്റൊരു പ്രാചീന ഭാഷയായിട്ടുള്ള ഹീബ്രു, വേറൊരു പ്രാചീന ഭാഷയായിട്ടുള്ള പാലി, അറബിക്. അത് പ്രാചീന ഭാഷ എന്ന് പറയാൻ കഴിയില്ല, ഭാഷ പഴയതാണ്. അപ്പോ ഈ ഭാഷകളിൽ ആത്മാവ് എന്നർത്ഥം വരുന്ന വാക്കുകളുടെ മൂലപദ അർത്ഥം പ്രാണൻ എന്നാണ്. ടു ബ്രീത്ത് എന്നാണ് ഈ എല്ലാത്തിലെയും സ്പിരിറ്റ് എന്ന് പറയുന്ന ആ വാക്കിന് ആത്മം. അത് ഓരോ പദങ്ങളിൽ ഓരോ ഭാഷകളിൽ ഓരോ രീതിയിലാണ് പറയുന്നത്. തമിഴിൽ അതിന് ഉയിരെന്നാണ് പറയുക. ഉയിരിന് ഒരുപാട് മൂല പദങ്ങളുണ്ട്. ഞാനൊരു ഭാഷാ പണ്ഡിതനല്ലാത്തത് കൊണ്ട് എന്റെ അടിസ്ഥാന അന്വേഷണങ്ങളിൽ എനിക്ക് ബോധ്യമായതാണ് ഞാനിവിടെ പറയുന്നത്. ഓരോ ഭാഷയിലും അതിന്റെ ആഴത്തിലേക്ക് പോകും. എന്തായാലും ഫണ്ടമെന്റലി ഉയിരെന്നുള്ളതിന് ജീവൻ, പ്രാണൻ, ഉയർ പോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ പോയി എന്നാണ്, ജീവൻ പോയി എന്നാണ്. അപ്പോ ഉയിര് എന്ന് പറയും. സംസ്കൃതത്തിൽ ആത്മൻ എന്ന് പറയും, ആത്മം അല്ലെങ്കിൽ ആത്മൻ എന്ന് പറയും. ഇംഗ്ലീഷിൽ നമുക്ക് എല്ലാം അറിയാം, സ്പിരിറ്റ് എന്ന് പറയും. റുവാച്ച് എന്നാണ് അത്ര ഹീബ്രുവിൽ പറയുന്നത്. ഞാൻ റെഫർ ചെയ്തപ്പോ കിട്ടിയതാ. ആനാപാന എന്നുള്ളത് നമ്മൾ ഇപ്പൊ സാധന ചെയ്യുന്നവർക്ക് അറിയാം. പാലി ഭാഷയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധ ദർശനങ്ങളിലൊക്കെ പറയുന്ന ആനാപാന എന്ന് പറയും. അറേബ്യൻ സംസ്കാരത്തിൽ ഇസ്ലാമിലൊക്കെ പറയുന്നത് റൂഹ് എന്നുള്ളൊരു. ഇതെല്ലാം തന്നെ ഈശ്വരൻ എന്നുള്ള ആശയത്തെ, അല്ലെങ്കിൽ ഈശ്വരനെ ചിലർ മാറ്റി നിർത്തും. ഈശ്വരൻ വേറെയാണ്, ഞാൻ വേറെയാണെന്ന് മാറ്റി നിർത്തും. പാന്തീസത്തിന്റെ വഴിയിലൂടെ പോകുന്നത്, അത് പ്രകൃതിയെ ആധാരമാക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. ഈശ്വരനും പ്രാണനും ഞാനും ഒക്കെ ഒന്നാണെന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുക, അദ്വൈതം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോവുക. ബാക്കിയുള്ളതൊക്കെ തന്നെ ഈശ്വരൻ വേറെയാണ്, ഞാൻ വേറെയാണെന്നാണ് കരുതുക. ആയിക്കോട്ടെ. അപ്പൊ എന്താണെങ്കിലും ഈശ്വരൻ എന്നതിനെ ഈശ്വരൻ നൽകിയ ഒന്നാണ് ഈ പ്രാണൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയുന്ന ഒന്നായിട്ട് മനസ്സിലാക്കുന്നത്. ആത്മാവ് എന്ന് പറയുന്നത് ഈശ്വരൻ നൽകിയ ഒന്നായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആത്മാവ് ചലനം, മൊബിലിറ്റി അല്ലെങ്കിൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന അവസ്ഥ, ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള പ്രാണനെയാണ് ഈ ഭാഷകളിലെല്ലാം സൂചിപ്പിക്കുന്നത്. പ്രാണനെയാണ് ഈ ആത്മം അല്ലെങ്കിൽ റൂഹ്, ഉയിര്, റുവാച്ച്, അനാപാന, റൂഹ് എന്ന് പറയുന്നത് എല്ലാം സൂചിപ്പിക്കുന്നത് ഇതിനെയാണ്. ഇനിയും ഒരുപാട് ഇപ്പോ മറ്റ് ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട്, ഒരുപാട് സംസ്കാരങ്ങൾ ലോകത്തുണ്ട്. അവർക്കെല്ലാം തന്നെ ഇതുമായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. ഈ പൊതു ഉത്ഭവം എല്ലാത്തിലും ഒരുപോലെ ഉത്ഭവിക്കുന്നത് എന്താണ്? മനുഷ്യന്റെ ആദിമമായ ആത്മീയ പരിചയവും സാധനയും പ്രാണനെ അടിസ്ഥാനമാക്കിയാണ് എന്ന ആഴത്തിലുള്ള സത്യത്തിലേക്കാണ് നമ്മൾ നയിക്കുന്നത്. അതായത് എല്ലാ സംസ്കാരങ്ങളും എല്ലായിടങ്ങളിലും, ലോകത്ത് എല്ലായിടത്തും ഒരു കാര്യത്തെ ആധാരമാക്കി അത് ഡെവലപ്പ് ചെയ്തു വന്നിരിക്കുന്നു. ഈ ഒരാൾക്ക് ഒരു കാഴ്ചയുണ്ടായി, ഒരു ഭാവനയുണ്ടായി, അയാൾ അതിനെ കുറിച്ച് ഒരു കഥ ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. ആ കഥ പറഞ്ഞു പോകാവുന്ന ഒരു മണ്ഡലത്തില്, ഒരു ഏരിയയിൽ മാത്രമാണ് വിസ്തൃതമായി വിരാജിക്കുക, അത് പടരുക, അത് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോ ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നത്, ശരീരത്തെ ചലിപ്പിക്കുന്നത്, ഭൂമിയെ ചലിപ്പിക്കുന്നത് പ്രാണനാണ് എന്നത് ഒരാളുടെ തലയിൽ തോന്നിയ ഒരു ആശയമാണെന്നിരിക്കട്ടെ. ആ ആശയം പറഞ്ഞു പോവുകയാണെങ്കിൽ എത്ര വരെ പോകും? ഒരു പ്രദേശം വരെ പോകും. ഈ പോക്കുമായി ബന്ധപ്പെട്ടതല്ല വേറൊരു പോക്ക്. അതുകൊണ്ടാണ് ഭാഷകളിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. മൂല ശബ്ദത്തിൽ തന്നെ വ്യത്യാസം വന്നിട്ടുള്ള വ്യത്യസ്ത ഭാഷകൾ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഈ വ്യത്യസ്തതയും വ്യതിരക്തതയും കൊണ്ടാണ്. ഇവയൊന്നും തമ്മിൽ, ഈ സംസ്കാരങ്ങളൊന്നും തമ്മിൽ നേർബന്ധമില്ല. ഒരു കാലത്ത് ഭൂമിയുടെ ഒരു ആവശ്യമെന്ന രീതിയിൽ ഓരോ ഇടങ്ങളിൽ അത് പൊങ്ങി വന്നു എന്ന് മാത്രം. നമ്മുടെ ശരീരത്തിൽ ഇപ്പോ ചിക്കൻ ബോക്സ് വരുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചിക്കൻ ബോക്സ് വരും. ശരീരത്തിൽ വേറൊരു അസുഖം വരികയാണെങ്കിൽ, പനി വരികയാണെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ ചൂട് ഇങ്ങനെ പടരും. ഒരു കാര്യം ഉണരുമ്പോൾ അത് ശരീരത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ അതുണ്ടാവും. അതുപോലെ മനുഷ്യകുലം എന്നുള്ള ശരീരത്തിന്റെ വിവിധ ഇടങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയത്ത് അതൊരു ആവശ്യമെന്ന രീതിയിൽ ഉണർന്നു വന്നതാണ് ഈ മനുഷ്യകുലം. അവിടെ അവരുടെ ജീവിതത്തിന്റെ പരിചയത്തിൽ നിന്നും അതാത് കാലത്ത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണമല്ല, ശ്രദ്ധയിൽ നിന്നുമാണ് ഈ തത്വങ്ങളുടെ വിചാരം ഉണ്ടാകുന്നത്. ആ തത്വവിചാരത്തെ ആധാരമാക്കിയാണ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. ആ ശബ്ദങ്ങളെ ആധാരമാക്കിയിട്ടാണ് ഈ ഭാഷ ഉണ്ടാവുന്നത്.
ഭാഷയിലാണ് ഈ പ്രാണൻ എന്നുള്ള പദവും സ്പിരിറ്റ് എന്നുള്ള പദവും സ്പിരിച്വാലിറ്റി എന്നുള്ള ആശയവും ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പോ ലോകമാകമാനമുള്ള ആദിമ ഷാമനിക് സമ്പ്രദായങ്ങളും മതപരമായ മൂലപരിശീലനങ്ങളും പ്രാണനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. നിങ്ങൾ ഏത് ഷാമനിക് സമ്പ്രദായങ്ങൾ ശ്രദ്ധിച്ചോളൂ, അവരുടെ പ്രാക്ടീസിലെല്ലാം തന്നെ ഈ ഊതുക, ശ്വാസത്തെ ക്രമീകരിക്കുക അല്ലെങ്കിൽ ശ്വാസത്തെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നതിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനെയും ഊതലിന് വളരെ പ്രസക്തിയുണ്ട്. അപ്പോ ഈ ഷാമനിക് സമ്പ്രദായങ്ങളില്, സംസ്കാരങ്ങളില് എല്ലായിടത്തും നിന്ന് തന്നെ വരുന്ന സമയത്ത് അതിന്റെ ആധാരം എന്തായിരിക്കും? മനുഷ്യൻ അവന്റെ അകത്തേക്ക് അന്വേഷിക്കുന്ന സമയത്ത് ഇതിന്റെ എല്ലാം ആധാരമായി എല്ലായിടങ്ങളിലും ഒന്നിനെ തന്നെ കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് സ്പിരിറ്റ് എന്നുള്ള സംഭവത്തെ മനുഷ്യന്റെ തിരിച്ചറിവ് അനുസരിച്ച്, ഇനി ഇതല്ലാതെ വേറൊരു തിരിച്ചറിവ് പ്രപഞ്ചത്തിനുണ്ടെങ്കിൽ അത് എനിക്കറിയില്ല പറയാം. മനുഷ്യന്റെ നിലയിൽ നിന്ന്, മനുഷ്യ കാഴ്ചയിൽ നിന്ന് മനുഷ്യന് മനസ്സിലായ ആത്മീയത എന്ന് പറയുന്നത് ഇതാണ്. അത് പ്രാണനെ ആധാരമാക്കിയിട്ടാണ്. പ്രാണൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ അതിന് മുമ്പേ സംസാരിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ സൂചിപ്പിക്കാം. ചലനാത്മകതയാണ്, ചലന പ്രേരണയാണ്. ചലനം എന്ന് പറയുമ്പോൾ എന്തുമാകാം. നേർരേഖയുള്ള ചലനമാകാം, ചാക്രിക ചലനമാകാം, ആന്തോലനമാകാം, വികാസമാകാം, ചുരുങ്ങലാകാം, ഒരു 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 പരിണാമമാകാം. ഇതെല്ലാം ചലനങ്ങളാണ്. അപ്പോ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ ചലനങ്ങൾക്കും പ്രേരണയാകുന്നത് ആ ചലന പ്രേരണ എന്നുള്ളതാണ് പ്രാണൻ. അതിന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോണിക്സിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയുക. ഊർജം എന്ന് പറയുന്നത് ഈ ചലന പ്രേരണ തന്നെയാണ്. പക്ഷെ ഊർജം എന്ന് പറയുന്നത് വെറും ഡ്രൈ ആയിട്ടാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രാണൻ എന്നുള്ളത് ചലനപ്രേരണയാണ്. ഈ ചലനപ്രേരണ എന്നുള്ളതിന് എന്ത്, എത്ര, എവിടെ, എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചും എന്തിനു വേണ്ടി, എത്രത്തോളം, എവിടേക്ക് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെയുള്ള സ്വയം തിരിച്ചറിവുണ്ട്. സ്വയം തിരിച്ചറിവുള്ള ഊർജമാണ്, സ്വയം തിരിച്ചറിവുള്ള ചലനാത്മകതയാണ് പ്രാണൻ. അത് തിരിച്ചറിയേണ്ടതുണ്ട്. വെറും ഊർജമല്ല. വെറും ഊർജം എന്ന് പറയുമ്പോൾ ഊർജം എന്നുള്ളതിന് നമ്മളിപ്പോ ഈ HP-യും BHP-യും എന്നപോലെ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ടോട്ടലി എത്രയാണെന്നുള്ളത് ഒരു വശത്ത്, എത്രയാണ് ഫലപ്പെടുന്നത് എന്നുള്ളത് ഒരു വശത്താണ് HP-യും BHP-യും തമ്മിലുള്ള വ്യത്യാസം. ഇതേപോലെ പ്രാണൻ എന്ന് പറയുന്നതും ഊർജം എന്ന് പറയുന്നതും, ഊർജം എന്നുള്ളത് കേവലം ഒരു പ്രതിഭാസമാണ്. എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ചലന ശേഷിയായിട്ടുള്ള ശക്തിയാണ് പറയുന്നതെങ്കിൽ അത് എത്രത്തോളം, എവിടേക്ക്, എങ്ങനെ, എന്തുകൊണ്ട് എന്നുള്ളതെല്ലാം കൂടെ ചേർത്ത് വെച്ച ഊർജമാണ് പ്രാണൻ എന്ന് പറയുന്നത്. പ്രാപഞ്ചിക ചലനാത്മകതയാണ്. ഈ ചലനാത്മകത എന്ന് പറയുന്ന സംവിധാനം തന്നെയല്ലേ സ്പിരിറ്റ്, അതല്ലേ ആത്മം എന്ന് പറയുന്നത്. അതിന് വ്യക്തിസങ്കല്പമോ ബോധസങ്കല്പമോ ഓരോ തരം സങ്കല്പങ്ങൾ കൊടുത്തുകൊണ്ട് അതിനെ നമുക്ക് ഒരു ചിത്രീകരണങ്ങൾ കൊടുക്കാം. ഈശ്വരൻ എന്നുള്ള രൂപത്തിൽ ഈ മരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, മരിക്കുമ്പോൾ തവളയെ പോലെ ചാടിപ്പോകുന്ന ആത്മാവ്, അങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നത് ഈ പ്രാണനെ ആധാരമാക്കിയിട്ടാണ്. പ്രാണൻ നിലയ്ക്കുന്ന സമയത്ത് ആത്മാവ് പോയി എന്ന് നമ്മൾ പറയും. അപ്പോ ലോകമാകമാനം എല്ലാ മനുഷ്യർക്കും, എല്ലാ മനുഷ്യ സംസ്കാരങ്ങൾക്കും, ആദിമ സംസ്കാരങ്ങൾക്കും ബോധ്യപ്പെട്ടുള്ളത് ഈ പ്രാണനെയാണ്, ആധാരമാകുന്ന പ്രാണനെയാണ്. ആ ആധാരമാകുന്ന പ്രാണനാണ് ഈ ആത്മം എന്ന് പറയുന്ന സംവിധാനത്തിന്റെ അടിസ്ഥാനം. അത് തന്നെയാണ് പ്രപഞ്ച സംവിധാനത്തിൽ ശരീരമായിക്കോട്ടെ, സമൂഹങ്ങളായിക്കോട്ടെ, രാഷ്ട്രങ്ങളായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, പരിസ്ഥിതി ആയിക്കോട്ടെ, ഇനി അകത്തേക്ക് പോയാൽ അവയവങ്ങളായിക്കോട്ടെ, കോശങ്ങളായിക്കോട്ടെ, നാഡികളായിക്കോട്ടെ, ഇവയുടെ ഇതെല്ലാം സമഗ്രമായ പ്രവർത്തനത്തിന് ആധാരമാകുന്നത് ഈ പ്രാണൻ. ഈ പ്രാണനാണ് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്, അതിന്റെ കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, എവിടേക്ക് പോകുന്നു എന്നുള്ള ഡെസ്റ്റിനേഷനുകൾ ഉണ്ടാക്കുന്നത്, നിയോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഒരു ഘടന മനസ്സിലാക്കാൻ നമുക്ക് ഈ വ്യവസ്ഥാ നിയമങ്ങൾ ഉപകരിക്കപ്പെട്ടിട്ടുണ്ട്. ഭൗതികമായി ഇതിന്റെ ഘടന എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വ്യവസ്ഥാ നിയമം നമുക്ക് നല്ലപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആ വ്യവസ്ഥാ നിയമപ്രകാരം നോക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു പാറ്റേണിലാണ്. ആ പാറ്റേണിന്റെ പേരാണ് ഈ ആത്മം എന്ന് പറയുന്നത്. ആ ആത്മം എന്ന് പറയുന്നത് എല്ലായിടത്തും, എല്ലാ ഭാഷയിലും, എല്ലാ സംസ്കാരങ്ങളിലും ഒരുപോലെ ഇരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യകുലത്തിന്റെ ചിന്തയ്ക്കനുസരിച്ച് അതിന്റെ ആധാരമാകുന്നത് ഈ പ്രാണൻ തന്നെയാണെന്നുള്ളത്. പിന്നെ എല്ലാ സംസ്കാരങ്ങളിലും ഇതിങ്ങനെ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഭാരതത്തിലെ സങ്കല്പം അനുസരിച്ച് സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം, കലിയുഗം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതൊരു കാലചാക്രികതയാണ്. അപ്പൊ ഇതിൽ സത്യയുഗത്തിൽ എല്ലാവരും അനുഷ്ഠിച്ചിരുന്ന, എല്ലാവരും അവനവന്റെ ആധാരത്തിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ പ്രാണശ്രദ്ധയാണ് എന്ന്, ഹംസയോഗമാണെന്ന് ഒരു കണ്ടെത്തലുണ്ട്.
അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന ഒന്ന്. പിന്നീട് കാലം പോകെ പോകെ എന്ന് പറയുമ്പോൾ അത് വിസ്ഫോടനാത്മകമായ സ്വഭാവം വരും. ചാക്രികമായിട്ടുള്ള ചലനത്തിന് പകരം സംസ്കാരങ്ങളുടെ, മനുഷ്യകുലത്തിന്റെ, ഭൗമ സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ചാക്രികമായി സംഭവിക്കുന്നതിന് പകരം രേഖീയമായി സംഭവിക്കുന്ന ഒരു അവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഈ കോറുമായിട്ടുള്ള ബന്ധം വിട്ടു പോകുമല്ലോ, പോകണമല്ലോ. ആ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റു വിശ്വാസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ളത്. വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ആചരണങ്ങൾ വന്നു, വ്യാഖ്യാനങ്ങൾ വന്നു, ദർശനങ്ങൾ വന്നു. ഇതൊന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ഈ പിന്നീട് വന്നതെല്ലാം എന്തൊക്കെ തന്നെയാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് പ്രാണനാണ്, ശ്വാസമാണ് ആത്മീയത എന്ന് പറയുന്ന ഒരു സങ്കേതത്തിന്റെ, തിരിച്ചറിവിന്റെ, പ്രവർത്തനത്തിന്റെ, അതിന്റെ പ്രവർത്തന വൈപുല്യത്തിന്റെ, പ്രവർത്തന നിയന്ത്രണത്തിന്റെ ആധാരം. ആത്മീയതയുടെ അടിസ്ഥാന മൂലം എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ റൂട്ട് എന്ന് പറയുന്ന സംഭവം ശ്വാസമാണ്. അതിനെ അറിയുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നറിയുക. നമ്മൾ അറിയുന്നുണ്ട്, എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കൊച്ചു കുഞ്ഞായി ജനിക്കുന്ന കാലം മുതൽ നമ്മൾ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അറിയുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് അറിയുക എന്നൊരു കാര്യം, ശ്രദ്ധയോടെ അറിയുക. അതിനെ അറിഞ്ഞു, പിന്നെ ശ്രദ്ധിച്ചു. അത് ആദ്യം നമ്മളതിനെ അനുഭവിക്കുന്നു, ശ്രദ്ധിച്ചു, പിന്നെ അനുഭവിച്ചു, കൈകാര്യം ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യണം, അല്ലെ? നമുക്ക് ഇടയ്ക്ക് നമ്മൾ ശ്വാസത്തെ നമ്മൾ സ്വയം കൈകാര്യം ചെയ്യാറുണ്ട്. അങ്ങനെ കൈകാര്യം ചെയ്തുമല്ലാതെ ഒരു ആത്മീയ സാധനയും ഫലവത്താവില്ല. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യാറുണ്ട്. എന്ത് സാധന ചെയ്യുമ്പോഴും ഈ പ്രാണനെ ശ്രദ്ധിക്കുകയും പ്രാണനുണ്ടെന്ന് അറിയുകയും പ്രാണനെ ആധാരമാക്കിയിട്ടതെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് അറിയുകയും ശ്രദ്ധിക്കുകയും അനുഭവിക്കുകയും അതിനെ കൈകാര്യം ചെയ്തിട്ടുമല്ലാതെ ആത്മീയ സാധനങ്ങൾക്ക് ഫലം ഉണ്ടാവില്ല. ആത്മീയതയെ അറിയാനും കഴിയും. അപ്പോൾ ആത്മീയതയുടെ വഴി നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശാസ്ത്രത്തിന്റെ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനൊരു പരിധി കഴിയുമ്പോൾ അതിന് കുറച്ചുകൂടെ വൈപുല്യം വേണമെന്നും സമഗ്രത വേണമെന്നും തോന്നുമ്പോഴാണ് ആത്മീയതയിലെത്തുന്നത്. ശാസ്ത്രവാദികൾ ആത്മീയതയിലെത്തുന്നത് അങ്ങനെയാണ്. സത്യാന്വേഷണത്തിന്റെ വഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ഈ അളവുകോൽ, കേവലമായിട്ടുള്ള വളരെ ചെറിയൊരു അളവുകോലായ ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, അറിയാൻ കഴിയാത്തതിനെ അറിയാനുള്ള ഒരു സാധ്യതയുടെ വഴി അന്വേഷിച്ചിരണം ഓരോരുത്തർ സ്പിരിച്വാലിറ്റി എടുത്തത്. അവിടെ എത്തുമ്പോൾ അവിടെയും മതിയാവില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും പറഞ്ഞിട്ട് മാനസികതയെക്കുറിച്ചും പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രവർത്തന തത്വത്തെക്കുറിച്ച് അറിയേണ്ടി വരുമ്പോഴാണ് നമ്മൾ ചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞു. ബലം, സ്ത്രീ പുരുഷ ബന്ധം, അല്ലെങ്കിൽ പ്രകൃതി പുരുഷ ശക്തികൾ, ഇതൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയും. ഇതിനെല്ലാം ക്രമം എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ബോധത്തിനനുസരിച്ചാണ്. ആ ബോധം എങ്ങനെയാണെന്ന് അറിയാണ് നമ്മൾ ജ്ഞാനമണ്ഡലത്തെ കുറിച്ച് അറിയുന്നത്. ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം സത്യാന്വേഷണത്തിലൂടെ നമുക്ക് ബോധ്യമാവും. ഇത് മനുഷ്യന്റെ പരിധി വെച്ച് പറഞ്ഞതാണ് കേട്ടോ. ഇതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അപ്പോ ഇതിനെ അറിയുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ, അടിസ്ഥാനപരമായിട്ടുണ്ടാവണമെങ്കിൽ ഉണ്ടാകേണ്ടത് പ്രാണനാണ്. പ്രാണനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാണൻ നമ്മളെയും ശ്രദ്ധിക്കും. നിങ്ങൾ പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ അറിയുന്നത്, ചെയ്യുന്നത് ഒക്കെ എങ്കിൽ പ്രാണൻ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ എന്തിനെ ശ്രദ്ധിക്കും അത് നിങ്ങളെയും ശ്രദ്ധിക്കുന്നു പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രാണനെ ശ്രദ്ധിക്കുമ്പോൾ പ്രാണൻ നമ്മളെ ശ്രദ്ധിക്കും. നമുക്ക് വേണ്ടത് എന്താണോ അത് ക്രമീകരിച്ചു കൊണ്ടിരിക്കും. ശരീരത്തിന്റെ ക്രമക്കേടുകളെ അത് പരിഹരിക്കും. ശരീരത്തിന്റെ വഴിതിരിവുകളെ അത് ശുദ്ധീകരിക്കും. ശരീരത്തിനുള്ള അപാകങ്ങളെ അത് ശുദ്ധീകരിച്ചു കൊണ്ടുവരും. ശരീരത്തിന് രോഗങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റിക്കിട്ടും. ശരീരത്തിന് പുതിയ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സാധൂകരിച്ചു തരും. മനസ്സിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സാധൂകരിച്ചു തരും. അങ്ങനെ പ്രാണൻ ജീവന്റെ ആത്മത്തിന്റെ സർവമാന കാര്യങ്ങളെയും കണ്ട് അറിഞ്ഞ് നിയന്ത്രിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ആ പ്രാണനെ അറിയാതെ മറ്റെന്തറിഞ്ഞിട്ടും കാര്യമില്ല. പ്രാണസാധനയാണല്ലോ ഒളിമ്പസിന്റെ അടിസ്ഥാന വഴി. അപ്പോൾ ആ അടിസ്ഥാന വഴിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്നുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിലും, ഏതെല്ലാം വഴി പോവുകയാണെങ്കിലും, ഈ ഒരു അറിവ്, പ്രാണനെ കുറിച്ചുള്ള അറിവ്, പ്രാണനാണ് ഇതിന്റെ എല്ലാം ആധാരമാകുന്നത്, ഇതിനെല്ലാം സമഗ്രമായി നിർത്തുന്നു എന്നുള്ള അറിവ് നമ്മളെ സമ്പൂർണമായിട്ടുള്ള സമഗ്രമായിട്ടൊരു വീക്ഷണത്തിലേക്കും നിലയിലേക്കും ജീവിത ഗമനത്തിലേക്കും നയിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു അറിവിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.